ഹായ്! അപ്പോൾ റേ ഒപ്റ്റിക്സിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാണ്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ലെൻസ് ഫോർമുല. നമ്മൾ ആരാണ് യഥാർത്ഥത്തിൽ ഒരു കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, കൺവേർജിങ് നേച്ചർ എന്താണ്, ഡൈവേർജിങ് നേച്ചർ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പോൾ ലെൻസ് ഫോർമുലയിലേക്ക് തിൻ ലെൻസ് ഫോർമുല എന്ന് വെച്ചാൽ മിറർ ഫോർമുല പോലെ തന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത്. അതൊരു ലെൻസിന്റെ യു വി എഫിനെ കണക്ട് ചെയ്യുന്ന റിലേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലെൻസ് ഫോർമുല എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ദിസ് ഈസ് ദ ലെൻസ് ഫോർമുല. അപ്പോൾ ഈ ഫോർമുലയും നമ്മൾ ജനറൽ ഇക്വേഷൻ ആണത് എന്ന് വെച്ചാൽ ഡെറിവേഷന്റെ സമയത്ത് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കോൺവെക്സ് ലെൻസിന് മാത്രമല്ല, കോൺകേവ് ലെൻസിനും കോൺവെക്സ് ലെൻസിനും പ്ലാനോ കോൺവെക്സ് ലെൻസിനും പ്ലാനോ കോൺകേവ് ലെൻസിനും കോൺവെക്സോ കോൺകേവിന് എല്ലാത്തിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പ്രൊവൈഡ് അങ്ങനെ പ്രോബ്ലം വീണ്ടും നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഡെറിവേഷനിൽ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. ദെൻ ഓൺലി യു ക്യാൻ റിട്രീവ് ദ ഒറിജിനൽ ഫോം ഓഫ് ദ ഇക്വേഷൻ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഓക്കെ. ഒരിക്കലും ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് യുനെയോ വിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന കാര്യം മറന്നു പോകരുത്. പിന്നെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ് നമുക്ക് ആ ഇൻഫർമേഷൻ തരുന്നത്. അതെന്തിനൊക്കെയാണ്? അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സറൗണ്ടിങ് മീഡിയം, റേഡിയൈ ഓഫ് കർവേച്ചർ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെഡി? യെസ്. ഓക്കെ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ ഹൈറ്റ്, ലീനിയർ മാഗ്നിഫിക്കേഷൻ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജെക്ട്. അതുപോലെ നിങ്ങൾക്ക് എന്താ കിട്ടുക? V/U ആണ് ഇക്വേഷൻ കിട്ടുക. V/U. മിററിന്റെ കേസിൽ എന്തായിരുന്നു? അത് -V/U ആയിരുന്നു. ഇവിടെ V/U. ഇത് V/U കണ്ടിട്ട് നിങ്ങൾ എന്ത് വിചാരിക്കരുത്, ഇവിടെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ് എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇനി ഏതെങ്കിലും ഒരു സ്പെസിഫിക് കേസിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മുടെ ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ അപ്പോൾ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ? ഫൈനലി അങ്ങനെ നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഇമേജ് ഈസ് ഇൻവേർട്ടഡ് വിത്ത് റെസ്പെക്ട് ടു ദി ഒബ്ജെക്ട് എന്ന കൺക്ലൂഷനിലേക്കാണ് നിങ്ങൾ പോവേണ്ടത്. ഓക്കെ. നെഗറ്റീവ് മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് ഈസ് ഇറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ഒബ്ജെക്ട്. ആ രൂപത്തിൽ നമ്മൾ ചിന്തിച്ചു പോകണം. നൗ പവർ ഓഫ് എ ലെൻസ്. ഒരു ലെൻസിലേക്ക് വരുന്ന ഇൻസിഡന്റ് ബീമിനെ എത്രത്തോളം അതിന് കൺവേർജ് ചെയ്യിക്കാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ അതിന്റെ പവർ ഓഫ് ദ ലെൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി പവർ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? പീനെ നമ്മൾ മെഷർ ചെയ്യുന്നത് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. അപ്പൊ ഫോക്കൽ ലെങ്ത് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ വളരെ കുറവാണ്. ഇനി കോൺകേവ് ലെൻസ് എന്താ ചെയ്യുക? കൺവേർജ് അല്ല ചെയ്യുക, ഡൈവേർജ് ചെയ്യുക. അപ്പൊ നമ്മൾ പറയും കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവ് ആണ്. കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവ് ആണെന്ന് പറയും. പവറിന്റെ യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സ് ആണ്, വിച്ച് ഈസ് കോൾഡ് ഡയോപ്റ്റർ. അതിന് നമ്മൾ ഡയോപ്റ്റർ എന്ന് പറയും. ഓക്കെ. ഇങ്ങനെ നമ്മളൊരു ഡയഗ്രാം കാണുന്ന സമയത്ത് നമുക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം കോൺവെക്സ് ലെൻസ് ആണ്, അത് കൺവേർജ് ചെയ്യുന്നു, നോ പ്രോബ്ലം. കോൺവെക്സ് ലെൻസ് കൺവേർജ് ചെയ്യുന്നു, നമുക്ക് അത്ഭുതമില്ല. പക്ഷേ ഇങ്ങനെ കണ്ടാലോ? ഇത് പോസിബിൾ ആണോ? യെസ്, അത് പോസിബിൾ ആണ്. കാരണം ലെൻസിന്റെയും സറൗണ്ടിങ് മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ, കാരണം ഒപ്റ്റിക്സിൽ മീഡിയം മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യാന്ന്. അപ്പൊ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ മാറ്റില്ലെങ്കിൽ എന്താ? പാരലലി പോകും. ഇനി ഇത് നോക്കൂ, കോൺവെക്സ് ലെൻസ് ആണ്, പക്ഷേ കോൺകേവ് ലെൻസിന്റെ ക്യാരക്ടർ ആണ് കാണിച്ചത്. പോസിബിൾ ആണോ? യെസ്. ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെറുതും സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വലുതുമാണെങ്കിൽ കോൺവെക്സ് കോൺകേവ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതുപോലെ കോൺകേവ് ആ സമയത്ത് കോൺവെക്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ലെൻസിന്റെ പേര് സൂചിപ്പിക്കുന്ന ക്യാരക്ടർ എപ്പോഴേ കാണിക്കുള്ളൂ? ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വലുതും സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെറുതും ആകുന്ന സമയത്ത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ magician dropped a lens into a liquid and the lens became invisible. കാണാനില്ലാതായി. അങ്ങനെയാണെങ്കിൽ ഏത് നല്ല ഗ്രീൻ അല്ലെങ്കിൽ ഡാർക്ക് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കാണാതായതല്ല പറഞ്ഞത്, പ്ലെയിൻ തന്നെ. അപ്പോൾ എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൺക്ലൂഷൻ എന്താണ് എന്ന് വെച്ചാൽ ലെൻസിനും ആ ലിക്വിഡിനും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓക്കെ. യെസ്. നൗ കോമ്പിനേഷൻ ഓഫ് ലെൻസസ്.
കോമ്പിനേഷൻ ഓഫ് ലെൻസസിൽ നമുക്കറിയാം ഇപ്പോൾ ഒന്ന് രണ്ട് ഏത് കോമ്പിനേഷൻ ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കോമ്പിനേഷൻ ഏത് കോമ്പിനേഷൻ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇൻ എനി കോമ്പിനേഷൻ ഇമേജ് ഫോംഡ് ബൈ ദ ഫസ്റ്റ് ലെൻസ് ആക്ട്സ് ആസ് ദ virtual object for the second lens and image formed by the second lens acts as the virtual object for the third lens and so on. ആ രൂപത്തിലാണ് അത് പോവുക. അത് ഏത് കോമ്പിനേഷൻ ആണെങ്കിലും നമുക്ക് കാര്യമായി ഡിസ്കസ് ചെയ്യാനുള്ളത് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട് ആണ്. തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്, തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട് ആണെങ്കിൽ, അതായത് ഇൻ ദ കേസ് ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്റ്റിന്റെ കേസിൽ ഇൻ കോണ്ടാക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ, 1/f is equal to 1/f1 plus 1/f2 plus 1/f3 plus etc. എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുക. തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്. അപ്പോൾ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഈസ് ഗിവൺ ബൈ or equivalent focal length is given by 1/f is equal to 1/f1 plus 1/f2 plus 1/f3 plus etc. ഇനി ഇഫക്റ്റീവ് മാഗ്നിഫിക്കേഷനോ, അത് ഇൻഡിവിജ്വൽ മാഗ്നിഫിക്കേഷന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇവിടെ ഇൻഡിവിജ്വൽ മാഗ്നിഫിക്കേഷന്റെ പ്രോഡക്റ്റ് m1 ഇൻറ്റു m2 ഇൻറ്റു m3 ഇൻറ്റു എക്സെട്ര ആ രൂപത്തിലായിരിക്കും പോവുക. ഓക്കെ, ഇവിടെ വളരെ വളരെ പ്രധാനപ്പെട്ട പലതവണ എൻട്രൻസ് എക്സാമിന് ചോദിച്ച NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ ഒബ്ജക്റ്റ് O ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഇൻ ദ ഫിഗർ. F is equal to plus 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അതായത് ഇയാളത് 10 സെൻറ്റിമീറ്റർ ആണ്, ഇയാളത് മൈനസ് 10 സെൻറ്റിമീറ്റർ ആണ്, ആൻഡ് ഇത് പ്ലസ് 30 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റൻ എന്താണ്, ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഒബ്ജക്റ്റ് 30 സെൻറ്റിമീറ്ററിലാണുള്ളത്. ഇമേജിൻ്റെ ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരു മോഡൽ പ്രോബ്ലം കൂടെയാണ്. ഇവിടെ പ്ലാനോ കോൺകേവ് ലെൻസ് ആണ് തന്നിട്ടുള്ളത്. പ്ലാനോ കോൺകേവ് ലെൻസിൻ്റെ ക്യാരക്ടർ കോൺകേവ് ലെൻസിൻ്റെ ക്യാരക്ടർ ആയിരിക്കും. പ്ലാനോ കോൺവെക്സ് ലെൻസിൻ്റെ ക്യാരക്ടർ കോൺവെക്സ് ലെൻസിൻ്റെ. ഉദാഹരണത്തിന് കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താ, നെഗറ്റീവാണ്. പ്ലാനോ കോൺകേവ് ലെൻസിൻ്റെ എന്തായിരിക്കും, നെഗറ്റീവ്. എന്ന് വെച്ചാൽ ഇയാൾ ക്യാരക്ടർ എന്താ കാണിക്കുക, നോർമലി ഡൈവേർജിങ് ക്യാരക്ടറാണ് കാണിക്കുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ആ പ്രോബ്ലത്തിന് അടുത്ത സ്ലൈഡിലേക്ക് എടുത്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വേണ്ട, ക്വസ്റ്റ്യൻ നമുക്ക് ഡയഗ്രാം ഇത് തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക, കോമ്പിനേഷൻ ആണല്ലോ അത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ലെൻസിനെ കൺസിഡർ ചെയ്യുക. ആ സമയത്ത് ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ലെൻസ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഈ ലെൻസ് ഒറ്റയ്ക്ക് എവിടെ ഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടെത്താൻ പോവാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലെൻസ് എടുത്തു. ഫസ്റ്റ് ലെൻസിന്റെ കേസിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U1 എത്ര, -30 സെൻറ്റിമീറ്റർ അല്ലേ. നോക്കൂ, U1 -30 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എത്രയാണ്, 10 സെൻറ്റിമീറ്റർ. F1 is equal to 10 സെൻറ്റിമീറ്റർ കിട്ടും. You need to find V1. അപ്പോൾ 1/F1 is equal to 1/V1 minus 1/U1. ഓക്കെ, എനിക്ക് വേണ്ടത് V1 ആണ്. അപ്പോൾ 1/V1 is equal to 1/F1 plus 1/U1. That is equal to 1/10 minus 1/30. That is 30 LCM എടുത്താൽ 3 minus 1. ഓക്കെ, therefore 1/30 എന്ന് കിട്ടും. You will get V1 equal to 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എന്താണ് അതിൻ്റെ മീനിങ്? അല്ല 30 അല്ല, 15 അല്ലേ, സോറി, ദിസ് ഈസ് 15. 15 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എന്താണ് അതിൻ്റെ മീനിങ്? ഈ രണ്ട് ലെൻസിൻ്റെയും ആബ്സെൻസിൽ ഈ ലെൻസ് ഒറ്റക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് 15 സെൻറ്റിമീറ്റർ അപ്പുറത്താണ് ഫോം ചെയ്യാൻ. 15 എന്ന് പറഞ്ഞാൽ നോക്കൂ, 15 10 അല്ല 5 10. അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ലെൻസിൻ്റെ ഉള്ളിലാണോ? അല്ല, ഈ ലെൻസ് രണ്ടും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇയാൾ ഒറ്റക്ക് ഇമേജ് ഇവിടെ ഫോം ചെയ്യിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ പ്രത്യേകത? ഇനി രണ്ടാമത്തെ ലെൻസിനെ കൊണ്ടുവരിക.
ഈ രണ്ടാമത്തെ ലെൻസിനെ ഇനി നിങ്ങൾ പരിഗണിക്കുമ്പോൾ അയാളുടെ ഒബ്ജക്റ്റ് ആരാണ്? ഇതാണ്. ഒന്നാമത്തെ ലെൻസ് ഫോം ചെയ്ത ഇമേജ് ആണ് രണ്ടാമത്തെ ലെൻസിന്റെ വെർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നല്ല കോൺസെപ്റ്റ് ആണ്. വാ, അപ്പോൾ സെക്കൻഡ് ലെൻസിന്റെ കേസ് എടുക്കാം. സെക്കൻഡ് ലെൻസിന്റെ കേസിൽ അപ്പോൾ U2 ഈക്വൽ ടു, അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ U2 എന്ന് പറഞ്ഞത് ഇവിടെ അല്ലേ? അത് ഇവിടെയാണ്. ലൈറ്റ്, ഇതിൽ നിന്ന് ലൈറ്റ് വരൂ? ഇല്ല. ലൈറ്റ്, കാരണം ഇത് വെർച്വൽ ഒബ്ജക്റ്റ് ആണ്. ലൈറ്റ് ഈ ഒബ്ജക്റ്റിൽ നിന്ന്, ലൈറ്റ് ഇവിടുന്ന് അങ്ങോട്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അതെത്ര? അത് 10 സെന്റിമീറ്റർ. അത് ഇൻസിഡന്റ് റേന്റെ അതേ ഡിറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് +10. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നോർമലി നിങ്ങൾക്ക് നെഗറ്റീവാ കിട്ടുക, പക്ഷെ ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ്. കാരണം അത് വെർച്വൽ ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യോ? ഇല്ല. നൗ F2 ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് -10 സെന്റിമീറ്റർ. യു നീഡ് ടു ഫൈൻഡ് V2. അപ്പോൾ 1/V2 ഈക്വൽ ടു 1/F2 പ്ലസ് 1/U2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/F2 എത്ര? -1/10 പ്ലസ് -1/10 ഈക്വൽ ടു എത്ര? 0. അപ്പോൾ V2 ഈക്വൽ ടു ഇൻഫിനിറ്റി. എന്ന് വെച്ചാൽ ഇയാള് ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഇമേജ് ഫോം ചെയ്യുന്നത് എന്ന് വെച്ചാൽ മൂന്നാമത്തെ ലെൻസിന്റെ ഒബ്ജക്റ്റ് കിടക്കുന്നത് എവിടെ? ഇൻഫിനിറ്റിയിൽ. തേർഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് കിടക്കുന്നത് ഇൻഫിനിറ്റിയിൽ. അപ്പൊ ഞാൻ തേർഡ് ലെൻസ് ഇവിടെ ചെയ്യാം. തേർഡ് ലെൻസ് അപ്പോൾ U3 എവിടെയാണ്? ഇൻഫിനിറ്റി. F3 അത് കോൺവെക്സ് ലെൻസ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ. യു നീഡ് ടു ഫൈൻഡ് V3. അപ്പോൾ 1/V3 ഈക്വൽ ടു 1/F3 പ്ലസ് 1/U3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/30 പ്ലസ് 1/ഇൻഫിനിറ്റി. 1/ഇൻഫിനിറ്റി എത്ര? 0. അപ്പോൾ V3 ഈക്വൽ ടു യു വിൽ ഗെറ്റ് 30 സെന്റിമീറ്റർ. ഇനി ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിച്ചത്? ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇയാളിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസാ. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഇമേജ് കിട്ടി. അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ. അതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കൂ. ഇതെത്ര? 30. 30 പ്ലസ് 5 35. 35 പ്ലസ് 10 45. 45 പ്ലസ് 30 75. Therefore the final answer, ആ ഡിസ്റ്റൻസ് D is equal to എന്തൊക്കെ ഉണ്ടാവുക? 30 പ്ലസ് 5 പ്ലസ് 10 പ്ലസ് 30. That is equal to 75 centimeter is the final answer. Option A is correct. 75 centimeter is correct. മനസ്സിലായോ? എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, a convex lens A of focal length 20 centimeter and a concave lens B of focal length 5 centimeter are kept along the same axis with a distance D between them. Okay, അപ്പോൾ ഒന്ന് കോൺവെക്സ് ലെൻസ് ആണ്, രണ്ടാമത്തെ കോൺകേവ് ലെൻസ് ആണ്. If a parallel beam of light falling on A leaves B as parallel beam, then distance D. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡയഗ്രാം വരയ്ക്കുന്നത് നല്ലതാണ്. ഡയഗ്രത്തിൽ ആദ്യം ഞാൻ കോൺവെക്സ് ലെൻസ് വരച്ചു, ദെൻ ഞാൻ കോൺകേവ് ലെൻസ് വരക്കുന്നു. ഓക്കെ, ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. ഇവിടെ ആക്സിസ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ്? പാരലൽ ബീം ഓഫ് ലൈറ്റ് ഫാളിങ് ഓൺ എ. അപ്പൊ എയിലേക്ക് പാരലൽ ആയിട്ട് വന്ന ലൈറ്റ് റേസ് എന്താ സംഭവിച്ചത്? ലീവ്സ് ബിയിലും പാരലൽ ആയിട്ട് പോയി എന്നാണ് സംസാരിക്കുന്നത് അല്ലേ? ഓക്കെ, ലീവ്സ് ബി ആസ് പാരലൽ ബീം, ദെൻ ദ ഡിസ്റ്റൻസ് എന്താണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നോക്കൂ, ഇത് കൺവേർജ് ചെയ്തിട്ടാണ് വരിക. ഇത് കൺവേർജിങ് ആണ്. ഓക്കെ, കൺവേർജ് ചെയ്തു, എന്നിട്ട്
ദാ ഇങ്ങനെ വന്നാൽ ഇയാൾ ഇതിനെ ഡൈവേർജ് ആണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയല്ല സംഭവിക്കുക. മനസ്സിലായി? ക്ലിയർ? റെഡി? നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ ഞാൻ ദാ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നോക്കിക്കോളൂ. ഇതെങ്ങനെയാണ്, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഇവിടെ പാരലൽ ബീം വരുന്നു. പാരലൽ ബീം വന്നു. ആ പാരലൽ ബീം ഇതിന് പുറത്തേക്ക് പോകുന്ന ലൈറ്റ് റേസും ഞാൻ അപ്പം തന്നെ വരയ്ക്കാം. അതും പാരലാന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുക? ഇയാൾ ഇവിടെ കൺവേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. ഇതിനെ നമ്മൾ കുറച്ചും കൂടെ താഴേക്ക് മാർക്ക് ചെയ്യാം. നോക്കൂ, ഇത് ഇങ്ങോട്ട് കൺവേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇത് ഇവിടെ കൺവേർജ് ചെയ്യേണ്ടതായിരുന്നു, ഇത് രണ്ടും കൂടെ. കണ്ടാ? ഓക്കെ, ഈ ഡയഗ്രം വരച്ചാലാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനും മനസ്സിലാവുക. പലർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവില്ല. നീറ്റിന്റെ 2021 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് ഡി ആണ്. ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഒന്നാമത്തെ ഫോക്കൽ ലെങ്ത് ഏണ്ടത് 20 സെന്റിമീറ്റർ ആണ്. ദിസ് ഈസ് 20 സെന്റിമീറ്റർ ആൻഡ് ദിസ് ഈസ് 5 സെന്റിമീറ്റർ. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടേക്ക് പാരലായിട്ട് വന്ന ലൈറ്റ് ഈ ലെൻസിലൂടെ കടന്നു പോയിട്ടും പാരലാണ് സംഭവിക്കുന്നത്. ഇതിന്റെ ഫോക്കൽ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടുന്ന് ഇതിങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരേണ്ട സാധനം അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ ലെൻസ് വെച്ചത്. ആ ലെൻസ് അതിനെ എങ്ങനെ ആക്കി എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കറിയാം ഈ ലെൻസിലേക്ക് വരിക, സെക്കൻഡ് ലെൻസിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പോയിന്റ് ഇയാളെ ഫോക്കസ് അല്ലേ ഇത്. കാരണം എങ്ങനെ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസിനെ ഡിഫൈൻ ചെയ്യുക? കോൺകേവ് ലെൻസിന്റെ കേസിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കുക. പാരലൽ ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. ഇത് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന് പറയാം. അങ്ങോട്ട് എങ്ങനെയാണോ ലൈറ്റ് പോവുക അതേപോലെയാണ് അവിടുന്ന് ഇങ്ങോട്ടും വരിക. പാരലൽ ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ കോമൺ പോയിന്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് എന്താണ്? ഇത് 5 സെന്റിമീറ്റർ ആണ് എന്ന് മനസ്സിലായി. ഇത് 5 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക്, കാരണം എന്താണ് ഫോക്കൽ ലെങ്ത്, അത് 5 സെന്റിമീറ്റർ ആണ്. ഇനി ഇയാളെ കേസ് നോക്ക്, പാരലൽ ലൈറ്റ് റേസ് കൺവേർട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്താ? ഇത്രയും ഡിസ്റ്റൻസ് എന്താ? അത് 20 സെന്റിമീറ്റർ ആണ്. ഞാൻ അതുകൂടെ ഇതിൽ മാർക്ക് ചെയ്യാണ്. ഈ ഡിസ്റ്റൻസ് ഇതുവരെ ഇത് 5 സെന്റിമീറ്റർ. ഇനി നോക്കൂ, ഇതുവരെ ഇതെത്രയാണ്? ഇത് 20 സെന്റിമീറ്റർ. ഇനി നമ്മളോട് ചോദിച്ചത് ഈ ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ 20 5 മൈനസ് ചെയ്താൽ ദ ആൻസർ ഈസ് നൗ ഡി ഈസ് ഈക്വൽ ടു 20 മൈനസ് 5 ഈക്വൽ ടു 15 സെന്റിമീറ്റർ ഈസ് ദ ഫൈനൽ ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നീറ്റിന് ചോദിച്ച അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. അപ്പോൾ പ്രിസത്തിന്റെ ഏത് കാര്യം പറയണമെങ്കിലും പ്രിസത്തിന്റെ ആ ഡയഗ്രം നമുക്ക് കിട്ടണം അല്ലേ? ദ പ്രിൻസിപ്പൽ സെക്ഷൻ ഓഫ് എ പ്രിസം ആണിത്. ദ പ്രിസം ഒരു ട്രയാങ്കുലാർ പ്രിസം ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻസിഡന്റ് റേ അത് ഇങ്ങോട്ട് റിഫ്രാക്ട് ചെയ്തു, ദെൻ ഫൈനലി ഇങ്ങോട്ട് എമേർജ് ചെയ്തു. റെഡി, സെറ്റ് ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇത് ആംഗിൾ ഓഫ് എമർജൻസ്. ഓക്കെ, ഈ ഡയഗ്രം നിങ്ങൾക്ക് വളരെ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇതിനെ നമ്മൾ ഡീവിയേഷൻ എന്ന് പറയാം. ഇൻസിഡന്റ് ഡിറക്ഷൻ ആണത്, ഇത് എമേർജിങ് ഡിറക്ഷൻ ആണ്. രണ്ടും കൂടെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ ആംഗിൾ, ദിസ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇക്വേഷൻസുകളൊക്കെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഒന്ന്, എ ഈക്വൽ ടു R1 പ്ലസ് R2 ആണ്. യെസ്, എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ദ പ്രിസം ഈക്വൽ ടു R1 പ്ലസ് R2. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഡീവിയേഷൻ D ഈസ് ഈക്വൽ ടു I പ്ലസ് ഇ മൈനസ് ക്യാപിറ്റൽ എ അല്ലേ? കാരണം എപ്പോഴും ഈ ആംഗിൾ എന്ന് പറഞ്ഞത് ദിസ് പ്ലസ് ദിസ് മൈനസ് ക്യാപിറ്റൽ എ ആയിരിക്കും ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. നൗ പ്രിസം ഫോർമുല നിങ്ങൾക്കറിയണം. N ഈസ് ഈക്വൽ ടു സൈൻ ഓഫ്
a plus d by 2 whole divided by sin a by 2. This is the prism formula. A എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ദ പ്രിസം, ക്യാപിറ്റൽ ഡി ആരാ? മിനിമം ഡീവിയേഷൻ. ക്യാപിറ്റൽ ഡി ഈസ് ദ മിനിമം ഡീവിയേഷൻ. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി ഐ ഡി കർവ് നിങ്ങൾക്കറിയാം. ഐ ഡി കർവ്, ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഐ ഡി കർവ്. ഐ ഡി കർവ് ആംഗിൾ ഓഫ് ഡീവിയേഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും തമ്മിലുള്ള ഗ്രാഫാണിത്. അപ്പോൾ ആസ് യു ക്യാൻ സി, ഇനീഷ്യലി ആസ് യു ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആൾസോ ഡിക്രീസസ് and reaches a minimum value, and further increase of angle of incidence results in the increase of angle of deviation. Okay, and this is d minimum. Okay, this is I1, this is I2. Okay, ready? I2 ഇതിലെന്താ പ്രത്യേകത? I1ലും I2ലും നിങ്ങൾക്ക് ഒരേ ഡീവിയേഷനാണ് കിട്ടുക. എന്ന് വെച്ചാൽ ഏതൊരു പർട്ടിക്കുലർ ഡീവിയേഷൻ നിങ്ങൾ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ആംഗിൾസ് ഓഫ് ഇൻസിഡൻസ് ഉണ്ടാവും. ഒന്നുകൂടെ, ഏതൊരു ആംഗിൾ ഓഫ് ഡീവിയേഷൻ എടുത്താലും, ഇപ്പൊ നോക്കൂ, ഞാൻ ഇവിടുത്തെ ഒരു ആംഗിൾ ഓഫ് ഡീവിയേഷൻ എടുത്ത്, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ രണ്ട് ആംഗിൾസ് ഓഫ് ഇൻസിഡൻസ് ഉണ്ടാവും. ഒരേ ഡീവിയേഷൻ നിങ്ങൾക്ക് വ്യത്യസ്ത ആംഗിൾസ് ഓഫ് ഇൻസിഡൻസിൽ കിട്ടും. എന്ന് വെച്ചാൽ രണ്ട് പോസിബിലിറ്റി അവിടെ ഉണ്ട്, ഒരു I1 I2. ഓക്കെ, ഈ I1 ആരാണ്? I1 എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. I2 എന്ന് പറഞ്ഞാൽ ആ സമയത്തെ ആംഗിൾ ഓഫ് എമർജൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി വന്നാലും നിങ്ങൾക്ക് അതേ ഡീവിയേഷനാണ് കിട്ടുക. അത് ഇറ്റ് ക്യാൻ ബി ഈസിലി പ്രൂവ്ഡ്. ഈസിലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി വെച്ചിട്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഡീവിയേഷൻ 17 കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ അതേ 17 കിട്ടാൻ 30 അല്ലാത്ത വേറൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്. അതേതാണ്? അത് 60 അല്ല കേട്ടോ, അങ്ങനെ പറയരുത്. പകരം ആ സമയത്തെ ആംഗിൾ ഓഫ് എമർജൻസ് എത്രയാണോ നോക്കുക. ആ ആംഗിൾ ഓഫ് എമർജൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി വരുമ്പോഴും നിങ്ങൾക്ക് അതേ ഡീവിയേഷൻ ആണ് കിട്ടുക എന്നാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യാം, വെയിറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the value of angle of emergence from the prism. Angle of emergence from the refractive index of glass is √3. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണ്. √3 റെഡി? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3. വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് എമർജൻസ്. ഓക്കെ, വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് എമർജൻസ്. ഓക്കെ, നോക്കാം നമുക്ക്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മളോട് സംസാരിക്കുന്നത് നോക്കിക്കോളൂ. ഇവിടെ ഞാൻ നോർമൽ വരച്ചു. ദിസ് ഈസ് ദ നോർമൽ. ക്ലിയർ അല്ലേ? നോർമൽ. ഓക്കെ, ദെൻ ഇയാൾ നോക്കൂ, ഡെൻസറിന് റെയറിലേക്കാണ് വരുന്നത്. അപ്പോൾ ബെൻസ് എവേ ഫ്രം ദ നോർമൽ. ബെൻസ് എവേ ഫ്രം ദ നോർമൽ. എനിക്ക് കണ്ടെത്തേണ്ടത് ഈ ആംഗിൾ ആണ്. ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് എമർജൻസ്. ഇവിടെ n ഈസ് ഈക്വൽ ടു √3 എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. n ഈസ് ഈക്വൽ ടു √3. ഓക്കെ, അപ്പൊ ഇനി നോക്കൂ, ജോമെട്രി. റേ ഒപ്റ്റിക്സിന്റെ വേറെ പേരെന്താ? ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് എന്നാണ്. ബൈ ദ യൂസേജ് ഓഫ് സിമ്പിൾ ജോമെട്രി യു ക്യാൻ സോൾവ് ഈച്ച് ആൻഡ് എവറിഥിങ് ഇൻ റേ ഒപ്റ്റിക്സ് എന്നാണ്. അപ്പൊ ഈ ആംഗിൾ 60 ആണ്, ഇത് 90 ആണ്. ഒബ്വിയസ്ലി ഹൗ മച്ച് ഇസ് ദിസ്? ദിസ് യു വിൽ ഗെറ്റ് 30 ഡിഗ്രി. ഇത് നിങ്ങൾക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും. അത് 30 കിട്ടിയാൽ എഗെയിൻ നോക്കൂ, ഇത് 90 ആണ്. അപ്പൊ ഇതെത്ര? ഇത് 60 ആണ്. അപ്പൊ ഇതെത്ര കിട്ടുക? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 90 കിട്ടണം. അപ്പൊ ഇതെത്രയാണ്? ഇതും 30 ഡിഗ്രി. ദിസ് ഈസ് ആൾസോ 30 ഡിഗ്രി. ഇതെത്രയാണ്? ഇത് 60 ഡിഗ്രി. ഇത് 60. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മളോട് ചോദിച്ചത് ഈ ആംഗിൾ അല്ലേ? അത് കിട്ടാൻ നോക്കൂ, ഇതും അറിയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അറിയാം. ഫിനിഷ്. സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഇവിടെ കൊടുക്കാം. എങ്ങനെ അപ്ലൈ ചെയ്യുക സ്നെൽസ് ലോ? n1 sin θ1 ഈക്വൽ ടു n2 sin θ2 √3 sin 30. That is equal to 1 into sin e. അപ്പോൾ √3 into 1/2 equal to sin e. Or e equal to sin inverse √3/2. That is equal to 60 degree is the final answer. 60 degree. അടിപൊളിയല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്, എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് അറ്റ് 60 ഡിഗ്രി ഓൺ വൺ ഫേസ് ഓഫ് എ പ്രിസം ഓഫ് ആംഗിൾ 30 ഡിഗ്രി ആൻഡ് ദ എമർജന്റ് റേ മേക്സ് എ 30 ഡിഗ്രി വിത്ത് ദ ഇൻസിഡന്റ് റേ.
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം. എനിക്ക് മനസ്സിലായിട്ടില്ല, ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്കൊന്ന് വരച്ചു നോക്കാം. എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ പ്രിസം ഓഫ് ആംഗിൾ 30 ഡിഗ്രി അല്ലേ. അപ്പോൾ പ്രിസത്തിനെ ഞാൻ ആദ്യം വരച്ചു. പ്രിസം ആംഗിള് 30 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. റേ ഇൻസിഡൻറ്റ് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി ഓൺ വൺ ഫേസ് ഓഫ് ദ പ്രിസം ആൻഡ് ദ എമർജൻറ്റ് റേ മേക്സ് 30 ഡിഗ്രി വിത്ത് ദ ഇൻസിഡൻറ്റ് റേ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് റേനെ ഞാൻ ഇവിടെ വരക്കുന്നു. ഇൻസിഡൻറ്റ് റേ, ഓക്കെ, ഇൻസിഡൻറ്റ് റേയുമായിട്ട് അപ്പോൾ ഇയാൾ ഉണ്ടാക്കുന്ന ആംഗിള് 60 ഡിഗ്രിയാണ്. ഇത് 60 ഡിഗ്രി. Ray of light incident 60 degree, one face of the prism of angle 30 degree, and the emergent ray makes a 30 degree with the incident ray. Okay, emergent ray incident റേയുമായിട്ട് 30 ഡിഗ്രി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതെന്താ, ഡീവിയേഷൻ ആണ് അല്ലേ? ഡീവിയേഷൻ അല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നോക്കിക്കോളൂ, ഇത് ഇങ്ങോട്ട് വന്ന് എന്നിട്ട് ഇയാൾ ഇതാ ഇങ്ങോട്ടേക്ക് വന്നു. ഇതിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ദിസ് ആംഗിൾ അതാണ് 30 ഡിഗ്രി. ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ഡീവിയേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് ഇ മൈനസ് ക്യാപിറ്റൽ എ. ഐ പ്ലസ് ഇ മൈനസ് ക്യാപിറ്റൽ എ ആണ്. അതിലിവിടെ ഐ നമുക്കറിയാം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും ഇതിൽ നിന്ന്. അപ്പൊ 30 ഡിഗ്രി ഈക്വൽ ടു 60 പ്ലസ് ഇ മൈനസ് 30 ഡിഗ്രി. അപ്പൊ ആംഗിൾ ഓഫ് എമർജൻസ് നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇതെത്രയാണ്, 30. മൈ ഗോഡ്, അപ്പോഴാണ് അത്ഭുതം. എന്താണത് നോക്കൂ, ദിസ് ഈസ് ഈക്വൽ ടു 30 പ്ലസ് ഇ ഈക്വൽ ടു 30 എന്ന് വെച്ചാൽ ഇ ഈക്വൽ ടു 0. ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ഡയഗ്രം ഇങ്ങനെയല്ല. കാരണം ഇത് പോകുന്നത് നേരെ പോവാണത്. ഇത് നേരെ പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് എമർജൻസ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണോ നോർമൽ വരച്ചാൽ ആ നോർമലിലൂടെയാണ് ഇയാൾ പാസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയഗ്രത്തിന് ഒന്ന് റീഡ്രോ ചെയ്യാം. എങ്ങനെ ഡയഗ്രത്തിന് റീഡ്രോ ചെയ്യാം? യെസ്, ഇവിടെ നമുക്ക് ദ പ്രിസം ഞാൻ വീണ്ടും വരച്ചു. ഇവിടെ പ്രിസം, ആ പ്രിസം വരച്ചിട്ട് ദിസ് ഈസ് 30 ഡിഗ്രി 30. ഇനി ലൈറ്റ് റേ നോക്കുക, ഇങ്ങനെ വന്നു ലൈറ്റ് റേ. അതവിടുന്ന് നോക്കുക, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അത് 90 എന്ന് വെച്ചാൽ 0 ഡിഗ്രിയിലാണ് ഇൻസിഡന്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് എമർജന്റ് റേ നേരെ അങ്ങനെ തന്നെ പോകുള്ളൂ. എന്ന് വെച്ചാൽ നോർമലിന്റെ ഡിറക്ഷൻ ആണത്. ഈ പോയിന്റിൽ നോർമൽ വരച്ചാലും ഇങ്ങനെ കിട്ടുക. അപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് എമർജൻസ് ശരിക്കും എത്രയാണ്? 0. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ നോർമൽ വരച്ചു, ഇവിടെ നോർമൽ വരച്ചാൽ ദിസ് ഈസ് എത്ര പറഞ്ഞത്? 60. ഇത് 60 ഡിഗ്രി. അപ്പോൾ ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ ഇത് R1 ആണ്. R1 ഈക്വൽ ടു R2 എത്രയാണ്? അതും 0. കാരണം ഈ ലൈറ്റ് റേ ഇവിടുത്തെ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. അത് 0 ആണ്. അത് 0. അപ്പൊ ഇനി എനിക്ക് വേണ്ടത് കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്ക് R1 കിട്ടണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഫൈനലി ഐ നീഡ് ടു ഫൈൻഡ് n ഈസ് ഈക്വൽ ടു വാട്ട്. ഇനി a ഈസ് ഈക്വൽ ടു a ഈക്വൽ ടു R1 പ്ലസ് R2 ആണ്. അതുകൊണ്ട് 30 ഈക്വൽ ടു R1 പ്ലസ് 0. അപ്പൊ R1 ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടി. R1 30 ആയി ഫീൽ, അത് കിട്ടിക്കഴിഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിളും അറിയാം, ഇതും അറിയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ സ്നെൽസ് ലോ. യെസ്, നമുക്ക് സ്നെൽസ് ലോ കൊടുക്കാം. n1 എത്ര? 1 ഇൻറ്റു സൈൻ 60 ഈക്വൽ ടു n2, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്, ഇൻറ്റു സൈൻ 30. മനസ്സിലായോ? ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ ഓഫ് ഈ ആംഗിൾ, ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ ഓഫ് ദിസ് ആംഗിൾ. ഓക്കെ, therefore n is equal to sin 60 root 3/2 into 2 കിട്ടും. അപ്പോൾ n is equal to you will get root 3 എന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. n is equal to root 3. root 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.73. root 3 equal to 1.73. അടിപൊളിയല്ലേ?
റെഡി അല്ലേ? അപ്പൊ ആദ്യം നമുക്കത് അറിയോ? ഇല്ല. ഞാൻ ഇങ്ങനെ വരച്ച് ചെയ്തപ്പോഴാണ് E=0 കിട്ടിയത്. അപ്പോഴാണ് ഇങ്ങനെയല്ല ഡയഗ്രാം എന്ന് മനസ്സിലാകുന്നതും ഈ രൂപത്തിലാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോയി. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. A certain prism produces a minimum deviation of 42 degree. It produces a deviation of 45 degree when the angle of incidence is either 43 or 60 degree. The angle of incidence when the prism undergoes minimum deviation is. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അടിപൊളി ക്വസ്റ്റ്യൻ. നോക്കൂ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ കോൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക്. മിനിമം ഡീവിയേഷൻ ക്യാപിറ്റൽ ഡി 42 തന്നിട്ടുണ്ട്, 42 ഡിഗ്രി. പിന്നെയോ ഇറ്റ് പ്രൊഡ്യൂസസ് എ ഡീവിയേഷൻ ഓഫ് 45. അതാ ഡി ഈക്വൽ ടു 45 ആണ്. എപ്പോ? വെൻ ഐദർ 43 ഓർ 60 ഡിഗ്രി ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്ന് വെച്ചാൽ എന്താ? ഒരേ ഡീവിയേഷൻ കിട്ടാൻ രണ്ട് ആംഗിൾസ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞില്ല ഞാൻ. അപ്പൊ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായത്? I ഈക്വൽ ടു 30 ഡിഗ്രി. ആ സമയത്ത് ഈ ആംഗിൾ ഓഫ് എമർജൻസ് ആണ് 60 ഡിഗ്രി. ഈ പോയിന്റ് അറിയാത്ത ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. ഒരേ ഡീവിയേഷൻ കിട്ടാൻ രണ്ട് ആംഗിൾസ് ഓഫ് ഇൻസിഡൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് ആ സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും, രണ്ട് ആ സമയത്ത് ആംഗിൾ ഓഫ് എമർജൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി വന്നാലും യു വിൽ ഗെറ്റ് ദ സെയിം ഡീവിയേഷൻ. ഈ പോയിന്റ് അറിയാത്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി കാര്യങ്ങൾ ഓക്കെയാണ്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെൻ ദ പ്രിസം അണ്ടർഗോസ് മിനിമം ഡീവിയേഷൻ ആണ് ക്വസ്റ്റ്യൻ. മിനിമം ഡീവിയേഷനിൽ നിൽക്കുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? യെസ്. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ നോക്കൂ. ഡി is equal to I plus E മൈനസ് ക്യാപിറ്റൽ E. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എ കിട്ടും. അപ്പൊ എ is equal to I എത്രയാണ്? 43 പ്ലസ് 60 മൈനസ് ഡി എത്ര? 45. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 മൈനസ് 2 അപ്പോൾ 58 ഡിഗ്രി. എ is equal to 58 കിട്ടി. റെഡി അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് മിനിമം ഡീവിയേഷൻ ആണ്. മിനിമം ഡീവിയേഷനിൽ ഉള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? മിനിമം ഡീവിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മിനിമം ഡീവിയേഷനിലാവുമ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇതാ, മിനിമം ഡീവിയേഷനിൽ ക്യാപിറ്റൽ ഡി, അവിടെ ഐയും ഇയും ഈക്വലാണ്. മിനിമം ഡീവിയേഷൻ ആവുമ്പോൾ വെൻ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഈസ് മിനിമം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ് ആണ്. എന്ന് വെച്ചാൽ 2i മൈനസ് ക്യാപിറ്റൽ ഇ. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, ദർഫോർ 2i ഈക്വൽ ടു എ പ്ലസ് ഡി. ഐ ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ 2 ആണ്. ദാറ്റ് ഈസ് എ 42 പ്ലസ് ഡി 45 ഡിവൈഡഡ് ബൈ 2. റെഡി അല്ലേ? ഓക്കെ ഓക്കെ. എനി ട്രബിൾ? ഫോർ എ മിനിമം ഡീവിയേഷൻ 42 ആണ്. ഇറ്റ് ഡി സോറി തെറ്റ്. കാരണം എ നോക്കൂ, എ എത്രയാണ്? എ ഇവിടെ കണ്ടെത്തി 58 അല്ലേ? എ ഈസ് 58. സോറി. എ 58 പ്ലസ് 42 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ 100/2 ഈക്വൽ ടു 50 ഡിഗ്രി ഈസ് ദ ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. റെഡി? ഓക്കെ, ലെറ്റ്സ് ഡു one more problem. A prism of refracting angle 60 degree has minimum angle of deviation 30 degree. What must be the angle of incidence for this case? ഒന്നുകൂടെ. A prism of refracting angle. ശ്രദ്ധിക്കണം. റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ഓഫ് ദ പ്രിസം. ആംഗിൾ ഓഫ് ദ പ്രിസത്തിന്റെ ഫുൾ നെയിം ആണെന്ത്? റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഓഫ് ദ പ്രിസം. അപ്പോൾ ദിസ് ഈസ് നത്തിങ് ബട്ട് എ. എ ഈസ് 60 ഡിഗ്രി. മിനിമം ഡീവിയേഷൻ ഡി 30 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വാട്ട് മസ്റ്റ് ബി ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ ദിസ് കേസ്? നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലം അല്ലേ? കാരണം ഐ ഈക്വൽ ടു എന്താ? എ പ്ലസ് ഡി ബൈ 2. Therefore 60 plus 30
ഡിവൈഡഡ് ബൈ 2 ആണ്. 90 ബൈ 2 ഈസ് നത്തിങ് ബട്ട് 45 ഡിഗ്രി ഈസ് ദ ഫൈനൽ ആൻസർ. 45 ഡിഗ്രി ഈസ് കറക്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രിസത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ റീനീറ്റ് അതിഗംഭീരമാക്കുക. ഓൾ ദ ബെസ്റ്റ്.